വെൽക്കം ടു QA ഫോക്കസ് പ്ലസ് 2 ഫിസിക്സിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അതിനകത്ത് കൂളംസ് ലോയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. കുറച്ച് സ്പേസിൽ അതിൻ്റെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഞാനിവിടെ വേറൊരു ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ ചാർജിനെ ഒന്നുകിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പം ആ ഒരു ചാർജിനെ സറൗണ്ട് ചെയ്ത് വരുന്ന സ്പേസിൽ ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയ്ക്കാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വേർ ഇറ്റ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി ഫെൽറ്റ്. സ്പേസ് അറൗണ്ട് എ ചാർജ്, ഒരു ചാർജിന് ചുറ്റും വരുന്ന സ്പേസ്. where its influence felt. ഇതിനടുത്തേക്ക് ഞാനൊരു സിമിലർ ചാർജിനെ കൊണ്ടുവരുവാണെങ്കിൽ ഇതിൻ്റെ ചാർജ് പ്ലസ് ചാർജ് ആണെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ അടുത്തേക്ക് വേറൊരു പ്ലസ് ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ നാച്ചുറലായിട്ട് അതിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇനി ഇവിടെ ഞാനൊരു മൈനസ് ചാർജിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ചാർജിന് ചുറ്റുമുള്ള ഏരിയയിൽ ഈ ചാർജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ, ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പം ഇതിന് ചുറ്റും ആ ചാർജിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അതേ ടൈപ്പ് ചാർജിനെ ഞാൻ കൊണ്ടുവരുമ്പം ഇത് റിപ്പൽ ചെയ്യുന്നതും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചാർജിനെ കൊണ്ടുവരുമ്പം ഇത് അട്രാക്റ്റ് ചെയ്യുന്നതും. മാഗ്നറ്റിസത്തിനകത്ത് സാധാരണ നമുക്കറിയാവുന്ന കാര്യമല്ല, ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിന് അടുത്തായിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും അയണിൻ്റെ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ കൊണ്ടുവരികയാണെങ്കിൽ നാച്ചുറലായിട്ടും മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യും. കാര്യം എന്താ? ആ മാഗ്നറ്റിനെ സറൗണ്ട് ചെയ്യുന്ന ഏരിയയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്യുന്ന ഏരിയയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോഴ്സ്, ഒരു ഫീൽഡ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചാർജിന് ഏതാണോ, പ്ലസ് ചാർജ് ആണോ മൈനസ് ചാർജ് ആണോ നോക്കിയിട്ട് ഒരു പ്ലസ് ചാർജ് ഉള്ളതിൻ്റെ അടുത്തേക്കാണ് വേറൊരു പ്ലസ് ചാർജിനെ കൊണ്ടുവരുന്നതെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു പ്ലസ് ചാർജിനടുത്തേക്ക് ഞാനൊരു മൈനസ് ചാർജിനെയാണ് കൊണ്ടുവരുന്നെങ്കിലോ അത് അട്രാക്റ്റ് ചെയ്യും. ഇനി ചാർജ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയിലേക്ക്, ചാർജ് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് ഞാൻ വെറുതെ ഒരു ഫോഴ്സ്, ഒരു ചാർജിനെ കൊണ്ടുവരുന്നു, ഒരു പ്ലസ് ചാർജിനെ ഞാൻ അവിടെ കൊണ്ടുവരുന്നു. ഇതിനെ അട്രാക്റ്റ് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ അവിടെ എന്തില്ല? വേറൊരു ചാർജോ അല്ലെങ്കിൽ വേറൊരു ഫീൽഡോ അവിടെ ഇല്ല. ഈ ചാർജിനെ സറൗണ്ട് ചെയ്ത് ഇതിൻ്റെതായിട്ടുള്ള ഫീൽഡ് ഉണ്ടായിരിക്കും, പക്ഷെ ഇതിനെ അട്രാക്റ്റ് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ അവിടെ ആരും ഇല്ല, വേറൊരു ചാർജ് അവിടെ ഇല്ല. അപ്പം ഒരു ചാർജുള്ള ഏരിയയിലേക്ക് വേറൊരു ചാർജിനെ കൊണ്ടുവരുമ്പം അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന്. അപ്പം നമുക്കിവിടെ അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാമെന്നുള്ളതാണ്, എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ വെച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് പറയാം? E ഈക്വൽ ടു F/Q. E ഈക്വൽ ടു F/Q. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.
വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നാച്ചുറലായിട്ട് അതിന് എന്തുണ്ടാവും? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഫീൽഡിൽ നിന്ന് നെഗറ്റീവ് ഫീൽഡിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ യൂണിറ്റ് അറിയണം. ഇതിൻ്റെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ ആണ്. വോൾട്ട് പെർ മീറ്റർ. യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. ഇനി ഇവിടെ നോട്ട് ചെയ്തേ, E = F/Q ആണ്. നമുക്കറിയാം എഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് എഴുതാമല്ലോ. ന്യൂട്ടൺ പെർ കൂളംബ്. അപ്പോൾ അതും എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് ചാർജ്. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് ചാർജ്. ഒരു യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളംബും നമുക്ക് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് തന്നെ എഴുതാം. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അത് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇനി ഇവിടെ ഒരു Q ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ സറൗണ്ട് ചെയ്യുന്ന ഏരിയയിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇവിടത്തേക്ക് ഒരു ചെറിയൊരു Q ചാർജിനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെയായി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. ഒരു Q ചാർജ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടേക്ക് ഒരു സ്മോൾ Q ചാർജിനെ കൊണ്ടുവന്ന് വെച്ചു. ആ ചാർജും ഈ ചാർജും തമ്മിലുള്ള ഡിഫറൻസ്, സ്മോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഇങ്ങനെയാണെങ്കിൽ ബൈ കൂളംസ് ലോ വി നോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ദ ചാർജസ് ഈസ് K ഇൻറ്റു capital Q small q by R square. Product of the charges capital Q into small q. Square of the distance between them, that is R square. Okay, but the electric field is force experienced per charge. Force per charge ആണ്. That equal to, ഇവിടെ നമുക്ക് ഫോഴ്സ് കിട്ടി K ഇൻറ്റു Q ബൈ R സ്ക്വയർ ബൈ ആരുണ്ട്? സ്മോൾ ക്യൂ ഉണ്ട്. സ്മോൾ ക്യൂവും ക്യാൻസലാവും. ബാക്കി എന്ത് കിട്ടും? K ഇൻറ്റു Q ബൈ R സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് E is equal to KQ by R square ആണ്. KQ by R square ആണ്. Electric field is KQ by R square. That is 1 by 4 pi epsilon 0 K area അല്ലേ? K എന്ന് പറയുന്നത് 1 by 4 pi epsilon 0 ആണ്. Q by R square ആണ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ബേസ് ചെയ്ത് പഠിച്ചിട്ടോണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് F/Q ആണ്. F എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ F എന്ന് പറയുന്നത് K ഇൻറ്റു Q ബൈ R സ്ക്വയർ ആണ്. നമുക്ക് ഈ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ബൈ Q ചെയ്താൽ മതി. ബൈ Q ചെയ്യുമ്പോൾ K ക്യാപിറ്റൽ Q ബൈ R സ്ക്വയർ നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനകത്തെ നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്.
എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതായത് നമ്മളിവിടെ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജിന് ചുറ്റും വരുന്ന സ്പേസ് ആണ്. എവിടെയാണോ ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് ആ ഏരിയയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കുറച്ച് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡ് ലൈൻസ് എല്ലാം തന്നെ ഇമാജിനറി ആണ്. ഇവയെല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. ഇമാജിനറി ലൈൻസ് ആണ്. ശരിക്കും ഇത് ഒരു പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന അതിൻ്റെ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇസ് ദ പാത്ത് ഓഫ് പോസിറ്റീവ് ചാർജസ്. പോസിറ്റീവ് ചാർജിൻ്റെ പാത്തിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ്. ദേ ആർ ദ പാത്ത് ഓഫ് പോസിറ്റീവ് ചാർജസ്. പോസിറ്റീവ് ചാർജിന്റെ പാത്താണ്. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുതും. ഇതിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാറുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ് ചിലപ്പം ഒരു 3 പ്രോപ്പർട്ടീസ് എഴുതാനായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒരു 3 പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ഒരു 3 പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും 1 or 2 പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ തിരിച്ചു ചോദിക്കാറുണ്ട്. നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം കണ്ടിന്യൂസ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് കർവാണ്. കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് ഇല്ലാതെ അവ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്. ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ്. കണ്ടിന്യൂസ് കർവാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ബ്രേക്കൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജസ് and end at negative charge. ഫീൽഡ് ലൈൻസ് എപ്പോഴും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്യും. എവിടെ വന്ന് അവസാനിക്കും? നെഗറ്റീവിൽ വന്ന് അവസാനിക്കും. പോസിറ്റീവിന് സ്റ്റാർട്ട് ചെയ്യും, അതെപ്പോഴും വന്ന് അവസാനിക്കുന്നത് നെഗറ്റീവിലേക്കായിരിക്കും. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഫീൽഡ് ലൈൻസ് വരച്ചു കൊടുക്കണം. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവിൽ നിന്നായിരിക്കും, എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലേക്കായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ സിംഗിൾ ചാർജ് ആയിട്ടാണ് വരുന്നതെങ്കിലോ, ഇതിപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻ ദി കേസ് ഓഫ് സിംഗിൾ ചാർജ് ആണെങ്കിലോ, ഇൻ ദി കേസ് ഓഫ് സിംഗിൾ ചാർജസ് start from positive charge, end at infinity.
ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കും? ഇൻഫിനിറ്റി ചെന്നിട്ടായിരിക്കും അവസാനിക്കുന്നത്. കാര്യം എന്താ? അതിന് ചുറ്റിന് എന്തില്ല? അടുത്തൊന്നും നെഗറ്റീവ് ചാർജ് ഇല്ല. നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അത് നെഗറ്റീവ് വന്ന് എൻഡ് ചെയ്തേനെ. നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നെഗറ്റീവ് ചാർജസ് ഇല്ലാത്തത് കൊണ്ട് അത് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി തിരിച്ച് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. എവിടെയോ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എവിടെ വന്ന് അവസാനിക്കും? നെഗറ്റീവ് ചാർജ് വന്ന് അവസാനിക്കും. ഫീൽഡ് ലൈൻസ് എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നെഗറ്റീവിൽ വരും. അതുപോലെ സിംഗിൾ ചാർജ് മാത്രമാണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. തിരിച്ച് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നെഗറ്റീവിൽ വന്ന് അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൺലൈക്ക് ചാർജസ് ആണ് അടുത്ത് വരുന്നതെങ്കിൽ എന്ത് പറ്റും? അൺലൈക്ക് ചാർജസ് ആണ് അടുത്ത് വരുന്നതെന്ന് വിചാരിച്ചോളൂ. അൺലൈക്ക് ചാർജസ് ആണ് അടുത്ത് വരുന്നതെങ്കിൽ അറിയാം, അവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നെഗറ്റീവ് വന്ന് എൻഡ് ചെയ്തു. സിമിലർ ചാർജസ് ആണെങ്കിലോ പ്ലസ് ക്യൂ. ഫീൽഡ് ലൈൻസ് നാച്ചുറലായിട്ടും റിപ്പൽ ചെയ്യും, കാരണം പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഒരെണ്ണം മറ്റേത് വന്ന് അവസാനിക്കില്ല. അതിന് പകരം ഫീൽഡ് ലൈൻസ് റിപ്പൽ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആരോ തിരിച്ചാണ്, പുറത്തേക്കാണ്. ഒരിക്കലും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേതിലേക്ക് വന്ന് എൻഡ് ചെയ്യത്തില്ല. അതിന് പകരം ഫീൽഡ് ലൈൻസ് എല്ലാം റിപ്പൽ ചെയ്തായിരിക്കും പോകുന്നത്. ഫീൽഡ് ലൈൻസ് റിപ്പൽ ചെയ്യും. ഒരെണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേത് വന്ന് എൻഡ് ചെയ്യത്തില്ല. സിമിലർലി നെഗറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിലോ അവിടെ എന്തെന്നെ സംഭവിക്കും? ചാർജസ് റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ആരോ ഉള്ളിലോട്ടാണ്. ഫീൽഡ് ലൈൻസ് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും വരച്ച് പഠിച്ചോണം. സിമിലർ ചാർജസ് ആണെങ്കിൽ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് വന്ന് എൻഡ് ചെയ്യും. സിംഗിൾ ചാർജസ് ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരും, പോസിറ്റീവിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകും. സിമിലർ ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. ഒരെണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേതിലേക്ക് വന്ന് എൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളിവിടെ 3 പോയിന്റ്സ് പഠിച്ചു. ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് കർവാന്ന് പറഞ്ഞു, പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് വന്ന് എൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു, സിംഗിൾ ചാർജസ് ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യവും പറഞ്ഞു. ഫോർത്ത് പോയിന്റ്, ടാൻജന്റ് at any point on the curve gives direction of electric field. At that point, അതായത് ഈ ഫീൽഡ് ലൈൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ ആ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷനെ ആയിരിക്കും കാണിക്കുന്നത്. നമുക്കറിയാം, സാധാരണ സർക്കിൾ വരയ്ക്കും അല്ലെങ്കിൽ കർവ് വരയ്ക്കുമ്പം
ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ ഇതിൻ്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എടുത്തു. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഞാൻ ഫീൽഡ് ലൈൻസ് വരച്ചു. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ ഞാൻ ടാൻജൻറ്റ് വരച്ചാൽ എനിക്ക് കിട്ടുന്നത് ഫീൽഡ് ലൈൻസിൻ്റെ അവിടുത്തെ ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ അവിടുത്തെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ഫീൽഡ് ലൈൻ ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീൽഡ് ലൈൻ ആണ്, ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ലൈൻ ആണ്. അപ്പം ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡയറക്ഷൻ ടാൻജൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഡയറക്ഷനെ ആയിരിക്കും കാണിക്കുന്നത്. 5th പോയിന്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്റ്റ് ഈച്ച് അതർ, അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് അല്ലെങ്കിൽ ക്രോസ് ഓവർ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്യില്ല. ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്താൽ അതിൻ്റെ മീനിങ് ആ പോയിന്റിൽ അതിന് 2 ഡയറക്ഷൻ ഉണ്ടെന്നാണ്. അതൊരിക്കലും പോസിബിൾ അല്ല. ഫീൽഡ് ലൈൻസ് എപ്പോഴും ഒറ്റ ഡയറക്ഷനെ കാണത്തുള്ളൂ. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും യുണീക്ക് ആയിരിക്കും, ഒറ്റ ഡയറക്ഷനെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. ഇപ്പം ഈ 5 എണ്ണത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ 3 4 ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പം അത് പഠിച്ചിടുക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് ഇത് ഡയറക്ഷനാണ്. പിന്നെ ഈ 2ഉം 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2ഉം 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാറില്ല. ദേ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. വൈ? ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. വൈ? കാര്യം എന്താ? ഒന്നുകിൽ പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവ് വന്ന് അവസാനിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചാർജിലേക്ക് വന്ന് നിൽക്കും, അല്ലെങ്കിൽ ചാർജിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോയി നിൽക്കും. ഒരു ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ചാർജിൽ തന്നെ ഒരിക്കലും ഫീൽഡ് ലൈൻസ് വന്ന് അവസാനിക്കാറില്ല. ഫീൽഡ് ലൈൻസ് ഒരിക്കലും ആ ചാർജിൽ തന്നെ വന്ന് അവസാനിക്കാറില്ല. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്, ദേ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 3 or 4 മാർക്കിനകത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻ വരുന്നതിനകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ടാൻജൻറ്റ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റ് വരയ്ക്കുന്ന ടാൻജൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഇതാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. ഇസ് ഇറ്റ് ട്രൂ? അല്ലെങ്കിൽ ഗിവ് റീസൺ. ഇതൊരിക്കലും ക്രോസ് ചെയ്യാറില്ല. എന്താണ് കാരണം ചോദിക്കാറുണ്ട്. കാരണം ഫീൽഡ് ലൈൻസ് ആർ യുണീക്ക് ഇൻ ഡയറക്ഷൻ. ദേ ആർ യുണീക്ക് ഇൻ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷൻ മാത്രമേ അതിന് കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ അറ്റ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ദർ മേ ബി 2 ഡയറക്ഷൻ വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഇന്റർസെക്റ്റ് ചെയ്താൽ ആ പോയിന്റിൽ അതിന് 2 ഡയറക്ഷൻ വരും. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് 2 or 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് ചോദിക്കാം. ചിലപ്പം നേരിട്ട് നമുക്ക് തരും 2 ഡിസിമിലർ ചാർജ്, സിമിലർ ചാർജ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ചാർജ്, അല്ലെങ്കിൽ ഫിഗറിൻ്റെ ഒരു പകുതി തന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ദ ഫിഗർ എന്ന് പറഞ്ഞ് വരാം.
ഏതെങ്കിലും 3-4 പ്രോപ്പർട്ടീസ് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനകത്ത് ഈ പറഞ്ഞതുപോലെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല, ഡയറക്ഷൻ യൂണീക്ക് ആയിരിക്കും. ഇതൊക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോപ്പർട്ടീസ് ഇങ്ങോട്ട് തന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു ചോദിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനി മുമ്പോട്ടുള്ള ചാപ്റ്ററിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇവിടെ നമ്മൾ ബേസിക് ആണ്, നമ്മളിവിടെ തുടങ്ങുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. ഇനി മുമ്പോട്ട് ഇതിങ്ങനെ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ക്ലിയർ ഐഡിയ ഇതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാവേ. എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ, ഒന്ന് ലൈക്ക് ചെയ്യോ ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.